ഇപ്പം എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രകടനം അതീവ ചൂടിലാണ്. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷയിൽ വലിയ ഭൂരിപക്ഷത്തിൽ അരൂർ നിയോജക മണ്ഡലം തിരികെ പിടിക്കും. അതെ, ഇപ്പൊ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ UDF-ന്റെയും LDF-ന്റെയും പ്രകടന പത്രിക പുറത്തു വന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി LDF ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് സ്ത്രീകൾക്കുള്ള ജോലി എന്നുള്ളതാണ്. 50% സ്ത്രീകൾക്ക് ജോലി ഉറപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയുമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നത്. അപ്പോൾ ഇതിന് ബദലായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഇങ്ങനെ ഒരു ഗ്യാരണ്ടി ഇപ്പം വന്നിരിക്കുന്നത്. അതല്ല, UDF പറയുന്നത് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വന്ന് പ്രഖ്യാപിച്ച ഗ്യാരണ്ടി അത് മറ്റു സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തതാണ്. പൊള്ളയായ വാഗ്ദാനങ്ങളല്ല. ഇടതു മുന്നണിയെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 10 വർഷം അടുപ്പിച്ച് ഭരിക്കാൻ മതിയായ ഭൂരിപക്ഷമുണ്ടായിട്ട് ഭരിച്ചിട്ട് ഒന്നും ചെയ്യാത്ത ആളുകൾ ഇനി അവരെന്തിനാ വടി കയ്യിലുള്ളപ്പോൾ അടിച്ചല്ലേ കാണിച്ചു കൊടുക്കേണ്ടത്? അത് ചെയ്യാതിരുന്ന ഇടതു മുന്നണിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അവരുണ്ടാക്കുന്ന ചില പ്രഹസനങ്ങൾ മാത്രമായിട്ട് ഞാൻ ആ പ്രകടന പത്രിക കാണുന്നു. അപ്പം ഞാൻ 2 കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, കേരളം പോലൊരു സംസ്ഥാനം, നമ്മളത് തന്നെ ഇപ്പം പ്രതിപക്ഷം തന്നെ പറയുന്നുണ്ട് കടക്കണിയിലാണെന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഡിസ്ക്രിമിനേറ്റീവ് അല്ലാതെ എല്ലാവർക്കും ഈ 1000 രൂപ മാസം, അതായത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഡിസ്ക്രിമിനേറ്റീവ് ഇക്കണോമിക് പോളിസീസിലേക്ക് പോകണം. ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ആവശ്യമില്ലാതെ അപ്പോൾ ആവശ്യമുള്ളവർക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റില്ലേ? അതല്ല, അങ്ങനെയല്ല. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഓപ്പറേഷൻ സ്റ്റേജിലേക്കല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഈ കേരളം കടക്കണിയിലാണെന്നുള്ള സംശയം വേണ്ട. 6.5 ലക്ഷം കോടി രൂപ കേരളത്തിൻ്റെ തലയിൽ കെട്ടി വെച്ചിട്ടാണ് ഈ ഗവൺമെൻറ് ഇറങ്ങിപ്പോകാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും പണമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പണം കണ്ടെത്തുക, നമ്മുടെ സോഴ്സസ് ഏത് രീതിയിലാണ്, GST അടക്കമുള്ള ടാക്സ് അടക്കമുള്ളതിൻ്റെ നികുതി പിരിവിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡിസ്ക്രിമിനേറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് വരുന്നത്, ഞങ്ങൾ അധികാരത്തിലേറി കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് പോലും വൈകാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏത് രീതിയിലാണ് നടപ്പാക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിദഗ്ധരുമായി കൂടിയാലോചിച്ച് നടപടിക്രമങ്ങൾ. അതോടൊപ്പം LDF പ്രകടന പത്രികയിലെ ഒരു പ്രധാന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ പെൻഷൻ എല്ലാം 3000 രൂപയാക്കി ഉയർത്തും എന്നുള്ളതാണ്. അല്ലെ, LDF പറഞ്ഞാൽ മതിയോ? LDF-ന്റെ കഴിഞ്ഞ തവണത്തെ പ്രകടന പത്രിക നിങ്ങൾ കയ്യിലെടുത്ത് വെച്ച് നോക്കണം. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ 2500 രൂപ ഞങ്ങൾ അധികാരത്തിലേറി എത്ര ദിവസം കഴിഞ്ഞാൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി. ആശാ വർക്കർമാർ, അംഗനവാടിയിലെ ജീവനക്കാർ, പാചക തൊഴിലാളികൾ, ഇവർക്കൊക്കെ വേണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞ് ഒന്നും കൊടുക്കാതെ ആശാ വർക്കർമാർ, കേരളവും ഇന്ത്യയും കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സ്ത്രീ മുന്നേറ്റത്തെ അപഹസിച്ച ആളുകൾ ഇപ്പോൾ കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും. അതോടൊപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറയുന്നുണ്ട് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അത് പ്രാവർത്തികമാണോ? കാരണം KSRTC തന്നെ വലിയ നഷ്ടത്തിലേക്കൊക്കെ KSRTCയെ ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ എല്ലാം ഓപ്പറേഷൻ സ്റ്റേജിലോട്ട് വരുമ്പോൾ വിദഗ്ധരുമായി ഇപ്പം തന്നെ എല്ലാത്തിനും ഒരു ബി പ്രോജക്റ്റ് എന്നല്ല, ഇതെല്ലാം നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ നോക്കിക്കോ. ഇത് കർണാടകത്തിലെ ബാംഗ്ലൂരിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവിടുത്തെ ആളുകളുണ്ട്. കർണാടകയുടെ ധനസ്ഥിതി അല്ലല്ലോ ഇവിടുത്തെ ധനസ്ഥിതി എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്? ഇവിടുത്തെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ധനസ്ഥിതി താഴോട്ട് പോയത്. ഇവിടുത്തെ അഴിമതി ഒന്നുകൊണ്ട് മാത്രമാണ് ധനസ്ഥിതി താഴോട്ട് പോയത്. ഇവിടുത്തെ ഇതിനകത്ത് വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആലോചനകളില്ലാതെ പോയതാണ് ഇവിടുത്തെ ധനസ്ഥിതി താഴോട്ട് പോയത്. ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മാജിക് മൂവ്മെന്റ് ആയിരിക്കും UDF ഗവൺമെന്റ് എടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്സ്യബന്ധന മേഖല, ഇപ്പം നമ്മൾ അകത്ത് ജോലി ചെയ്യുന്ന ചേച്ചിമാരെ കണ്ട് അവരുടെ കൂലിയൊക്കെ വളരെ കുറവാണ്. അവരെ കൂടുതൽ വിശാലമായ സ്വപ്നങ്ങളിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മത്സ്യബന്ധന മേഖലയിലെ ഇന്ധന വില കൂടുതൽ, ഉപകരണങ്ങളുടെ വില വർധന, ഇതൊക്കെ അവരെ വലയ്ക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും മനസ്സിൽ പ്രോജക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ, മത്സ്യത്തൊഴിലാളി മേഖലയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പീലിംഗ് ഷെഡിൽ ജോലി ചെയ്യുന്ന അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള കൂലിയാണ് ഉള്ളത്. ആ കൂലിയെ സംബന്ധിച്ച് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി വേണം ഈ കാര്യത്തിൽ. ഇതിനകത്ത് ഗവൺമെൻറ്റിന് കൃത്യമായ കാഴ്ചപ്പാടില്ലാതെ പോയതാണ് ഇത്തരം കാര്യങ്ങൾ അവിടെ ഒന്ന് അൺഅറ്റൻഡഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം. മത്സ്യ എക്സ്പോർട്ടിംഗ് മേഖലയാണിത്, ആ മേഖലയിലും പ്രശ്നങ്ങളാണ്. ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് വിലക്കയറ്റത്തിൻ്റെ കെടുതി ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം അനുഭവിക്കുക. എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. നമ്മുടെ കോസ്റ്റൽ മേഖലയിൽ കുടിവെള്ളം, നിങ്ങൾ ഇവിടെ നിന്ന് നേരെ ഒന്ന് പോയി കുത്തിയതോടിൻ്റെയും തുറവൂരിൻ്റെയും പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് പോയി കുടിവെള്ളം കിട്ടാത്ത ഇത്രയും ശാസ്ത്രം പുരോഗമിച്ച് പോകുമ്പോൾ, ലോകം ഇപ്പോൾ മുന്നോട്ട് കുതിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മേഖലയിൽ വെള്ളമില്ല. കുടിവെള്ളം പോലും ഇല്ലാതെ ആളുകളെ
മാറ്റി ഒറ്റപ്പെടുത്തി നിൽക്കുന്ന ആളുകൾക്ക് എന്ത് വികസനത്തിന്റെ പേരാ പറയാനുള്ളത്? അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ഈ മണ്ഡലം നഷ്ടമായത്. അപ്പോൾ ഇനി ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ UDF പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിൽ ഒരുപാട് സ്ത്രീ വോട്ടേഴ്സ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും സ്ത്രീ വോട്ടർമാരെ മാറ്റി നിർത്തിക്കൊണ്ടോ സ്ത്രീ ശാക്തീകരണത്തെ സൈഡിലാക്കിക്കൊണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പൊതുപ്രസ്ഥാനത്തിന് ഇനി പോകാൻ പറ്റില്ല. മാധ്യമ മേഖലയെ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നമ്മുടെ കരുതലാണ്. ജനസംഖ്യയിൽ കൂടുതലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പുത്തൻ നൂതനമായ ആശയങ്ങളും പദ്ധതികളും ഇവിടെ വരണം. നമുക്ക് മയക്കുമരുന്നിൻ്റെ പ്രശ്നം അടക്കം പറയുമ്പോൾ ഞാൻ ഓർക്കും അമ്മമാരെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള വിപുലമായിട്ടുള്ള ബൃഹത്തായ പദ്ധതികൾ. നമ്മുടെ ചെറുപ്പക്കാരുടെ തലച്ചോറിലെ കളയുന്നത് യുവതലമുറയെ നഷ്ടപ്പെടുത്തുകയല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് ദ്രവിച്ചു പോകുകയല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇവരെയൊക്കെ അത് ജനങ്ങളുമായി കൂടിയാലോചിച്ച് എല്ലാ മേഖലയിലും പണ്ഡിതരായിട്ടുള്ള ആളുകളുണ്ട്, അവരുമായി കൂടിയാലോചിച്ച് സത്വരമായ നടപടികൾ സ്ത്രീ ശാക്തീകരണ രംഗത്ത് നമ്മൾ കൊണ്ടുവരും. ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും എല്ലാവരോടും ചോദിക്കുന്നത്, എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് കേരള നിയമസഭയിൽ ഇപ്പൊ 140 ആണല്ലോ, 70 സ്ത്രീകളും 70 പുരുഷന്മാരും. അങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് എന്തുകൊണ്ട് നമ്മൾക്ക് പോകാനാവുന്നില്ല? 70 സ്ത്രീയല്ല, 71 സ്ത്രീകളും ബാക്കി പുരുഷന്മാരും എന്നുള്ള നിലയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. ആ കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയൊന്നുമില്ല. എല്ലാ കാലത്തും പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും സ്ത്രീകളുടെ പ്രാതിനിധ്യം അതിനകത്ത് വേറെ റിസർവേഷൻസ് വെച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നതിനൊന്നും എനിക്ക് യോജിപ്പുള്ള ആളല്ല. എല്ലാ കാലത്തും പാർട്ടിക്കകത്ത് കലഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നാളുകളിലും അത് ഉണ്ടാകും. അത് ഓരോ തവണയും ഓരോരോ കാരണങ്ങൾ, അതൊരു വ്യവസ്ഥിതിയെ മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില താമസങ്ങൾ. പക്ഷേ ഒരു കാര്യം പറയാം, ഞങ്ങൾ ഇത്തവണ നിർത്തിയിരിക്കുന്ന മുഴുവൻ വനിതകളും ജയിച്ച് നിയമസഭയിൽ വരാൻ പോകും. അതോടൊപ്പം ഈ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരാതിയുണ്ട്, അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനേ അങ്ങേക്കാവുമെന്ന് തരുന്നുണ്ട് ഒരു MLA? ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ എല്ലാ വികസനത്തിനും അനുകൂലമാണ്. അണക്കെട്ടുകൾ മുതൽ IIT മുതൽ എയിംസ് മുതൽ എല്ലാം കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. നമ്മളിത് കൊണ്ടുവരുമ്പോൾ വികസനങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോഴും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളും കൂടെ കേൾക്കണം. ഇവിടെ പറ്റിപ്പോയത് എന്താ? എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവരട്ടെ, കൊച്ചിയുടെ സാറ്റലൈറ്റ് സിറ്റി എന്നാണ് അരൂരിൻ്റെ പേര്. പക്ഷേ ഇവിടെ കൊച്ചിയായിട്ടും താരതമ്യം ചെയ്ത് ഇവിടെ ഒന്നുമില്ല. ഈ എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവന്നപ്പോൾ അവിടെ ഈ പറഞ്ഞ വൈദഗ്ധ്യമുള്ളവരുമായിട്ട് ആലോചിച്ചില്ല. ഇപ്പോൾ പെഡസ്ട്രിയനായിട്ട് പോകുന്ന 58 പേര് കൊല്ലപ്പെട്ട സ്ഥലമാണ്. എത്രയോ ആളുകളുടെ സാധ്യമായ എത്രയോ മണിക്കൂറുകൾ നഷ്ടപ്പെട്ടതാണ് ഈ റോഡിൽ, 3.5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇല്ലേ. അപ്പോൾ ഈ 58 പേര് കൊല്ലപ്പെട്ട വികസനം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെന്താ കാര്യം? ഇതിൻ്റെ DPR തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട്? ജനപ്രതിനിധികളായിട്ടുള്ളവർ ആ കാലഘട്ടത്തിൽ. ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നത്? ഇനിയിപ്പോൾ പരിഹാരമാണ് ആവശ്യം, കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട MP ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫോൺ കോൾ പോയത് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരിലേക്കാണ്. അദ്ദേഹം PSC ചെയർമാൻ എന്നുള്ള നിലയിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴും പരിഹാരം നോക്കി. ഇതിൻ്റെ സൈഡിലുള്ള റോഡുകൾ സ്ട്രെങ്തൻ ചെയ്യുന്നതൊക്കെ ഈ പ്രോജക്റ്റിൽ പെടുത്തേണ്ടതില്ല. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അവിടെ പ്രശ്നം നടക്കുക. കാന പണിയുന്നതിന് വേണ്ടി 25 സെൻറ്റിമീറ്റർ പൊക്കി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ മൊബിലിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇരുവശത്തുമുള്ള കടക്കാരും സാധാരണക്കാരും വിഷമിക്കുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടായത് ആ കാലഘട്ടത്തിൽ ഇടപെടേണ്ട ആളുകൾ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. 101 അടിപ്പാതയുടെ ഒരു സമരം നടക്കുന്നുണ്ട്. തുറവൂർ അടിപ്പാത അവിടെ ക്ഷേത്രങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, സ്പെഷ്യൽ സ്കൂൾ വരെയുണ്ട്. ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു കാരണത്തിലും മാറ്റം ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ പറയാം. ആ ഉറപ്പ് നടക്കട്ടെ, പ്രശ്നങ്ങൾക്ക് പരിഹാരമാകട്ടെ. ഒറ്റ ചോദ്യം കൂടി, അങ്ങേക്ക് അപരിചിതമായൊരു മണ്ഡലമല്ല ഇത്. ഈ മണ്ഡലത്തിലെ ഒരുപക്ഷെ ഇവിടുത്തെ എല്ലാ ആൾക്കാരെയും അങ്ങേക്ക് അറിയുന്ന ഒന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ ഇത്തവണ മത്സരം നടക്കുന്നത് 2 വനിതാ സ്ഥാനാർത്ഥികൾ തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. അതിലൊരാൾ MLA തന്നെയാണ്. അപ്പോൾ എത്രത്തോളം കടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടെ? ഞാനൊരു കാര്യം പറ്റേ, ഞാൻ കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്തേക്ക് 15 വയസ്സ് മുതൽ ഞാൻ കൃത്യമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തുടങ്ങി, യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന്, വനിതാ രാഷ്ട്രീയത്തിലൂടെ വന്ന് പൊതു രാഷ്ട്രീയത്തിൽ എന്നെ നിൽക്കാൻ എൻ്റെ പാർട്ടിയും മുന്നണിയും അവസരം നൽകിയിട്ടുള്ള ഒരാളാണ്. ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, കേരളത്തിൽ പ്രവർത്തനത്തോട് ഞാൻ ജന്മം കൊണ്ട് ഞാനൊരു പൊതുപ്രവർത്തകയാണ്. മരണം വരെ ഞാനൊരു പൊതുപ്രവർത്തകയാണ്. പൊതുസമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളിൽ ഞാൻ ഇടപെടും. ആ കാര്യത്തിൽ എനിക്ക് പ്രോത്സാഹനം തരുന്നവരാണ് അരൂരിലെ വോട്ടർമാർ, ആലപ്പുഴയിലെ ജനങ്ങൾ, കേരളത്തിലെ പൊതുസമൂഹം എന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾ ഈ അരൂർ തിരിച്ചു പിടിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദന ശക്തിയാണ്. അപ്പോൾ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകട്ടെ. ഈ പറഞ്ഞ പോലെ നമ്മുടെ നിയമസഭയിൽ നമുക്ക് 71 സ്ത്രീകൾ വേണം, ഒരു വനിതാ മുഖ്യമന്ത്രി. താങ്ക് യു. ഓക്കെ. അപ്പോൾ തിരക്കിട്ട പ്രചാരണം നടക്കുകയാണ്. ആ പ്രചാരണത്തിനിടയിലാണ് നമുക്ക് അല്പസമയം അനുവദിച്ചത്. അപ്പോൾ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് അരൂരിലെ UDF സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഇസ്മായിൽ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.